ഹായ്, ഇന്ന് ഡേ 4 ആണ്. നല്ല മഴയായിരുന്നു. രാവിലെ PT കഴിഞ്ഞിട്ട് വന്നതാണ്. ചായ മഴയായതുകൊണ്ട് രാവിലെ വർക്കൗട്ടൊന്നും നടന്നില്ല. അപ്പോൾ നമ്മുടെ പുള്ളപ്സ് ഇവിടെ വീട്ടിൽ തന്നെ ചെയ്യാൻ നേരിട്ടു. സോറി, ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എഡിറ്റ് ചെയ്യുന്ന വഴിക്ക് ഇതിൻ്റെ പുള്ളപ്സിൻ്റെ വീഡിയോസ് എല്ലാം പോയിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ ഷോർട്സ് വീഡിയോ ഇടാൻ വേണ്ടി അതിൽ നിന്നുള്ള സാധനമാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇത് ലാസ്റ്റ് സെറ്റാണേ. അപ്പോൾ നമ്മുടെ പുള്ളപ്സിൻ്റെ സെറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. കുറേ പേര് എന്നോട് ചോദിക്കണ്ടായി, ബ്രോ ജിമ്മിൽ പോകാൻ പൈസ ഇല്ല, വീട്ടിലെന്ത് വർക്കൗട്ട് ചെയ്യുന്നു. ഇതൊക്കെ തന്നെ കണ്ടില്ലേ ബ്രോ, ബോഡി വെയിറ്റ് വർക്കൗട്ട് ചെയ്യുക. പുള്ളപ്സ് കഴിഞ്ഞ് അടുത്ത പുഷപ്സ് ആണ്. പുഷപ്സിൻ്റെ ഫസ്റ്റ് സെറ്റ്. നമ്മൾ ഓരോ സെറ്റ് എന്ന് പറയുന്നത് 100ൻ്റെ സെറ്റാണ്. ഇപ്പോൾ എനിക്ക് 50-50 ചെയ്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. 50-ലെത്തി ബ്രേക്ക് എടുത്ത് ചെയ്യുന്നത്. ബട്ട് നമ്മൾ ഗ്രാജുവലി നമ്മൾ ഇമ്പ്രൂവ് ആകും. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ നമ്മളെ കൗണ്ട് എത്ര പോകുന്നെന്ന്. അങ്ങനെ ഫസ്റ്റ് സെറ്റ് പുഷപ്സ് തീർന്നിരിക്കുകയാണ്. ദെൻ സെക്കൻഡ് സെറ്റ് പുഷപ്സ്. സെക്കൻഡ് സെറ്റ് ടെറസിൻ്റെ മേളിലാണ് ചെയ്തത്. സെക്കൻഡ് സെറ്റ് പുഷപ്സ്. നോർമൽ നക്കിൾ പുഷപ്സ് ചെയ്യുമ്പോൾ ഫുള്ള് 2 നക്കിൾ ലാൻഡ് ചെയ്യാൻ നോക്കുക. ഞാനിപ്പോൾ അത് ഫുള്ള് നക്കിളാണ് ലാൻഡ് ചെയ്തത്. എൻ്റെ ഫുൾ പോർഷനാണ് ലാൻഡ് ചെയ്ത് നിൽക്കുന്നത്. ബട്ട് ഞാനങ്ങനെ ശീലിച്ചുകൊണ്ടാണ്. നിങ്ങളത് പ്രോപ്പർ രീതിയിൽ ചെയ്യണമെങ്കിൽ 2 നക്കിൾ ലാൻഡ് ചെയ്യുക എന്നാണ്. എന്തായാലും ടെറസിൻ്റെ മേളിലായതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നോർമൽ രീതിയിൽ വന്ന് ടൈറ്റിൽ ബോക്സിംഗ് ക്ലബിലാണ് തേർഡ് സെറ്റ് പുഷപ്സ്. ഇന്ന് ഡേ 4 ആയിരുന്നു. അതുകൊണ്ട് ബോഡി പെയിനൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പഴയ കണക്കല്ല, കുറച്ചുകൂടി ഉഷാറായിട്ടുണ്ട്. ആദ്യം 2 ഡേയ്സ് സെക്കൻഡ് ഡേയ്സൊക്കെ ആയിരുന്നപ്പോൾ കുറച്ച് ബോഡി പെയിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആക്റ്റീവായിട്ടുണ്ട്. എന്നിരുന്നാലും കൗണ്ട് കൂട്ടി എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും 50-54 ലെവലിലാണ് നിൽക്കുന്നത്. ഡേ 4 54 1 ടൈം അങ്ങനെ. ഞാൻ മാക്സിമം കൂട്ടി വരാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന് അടുത്ത സെറ്റാണ് ഇത് പുഷപ്പ്. അങ്ങനെ നമ്മൾ പുഷപ്സ് 4th സെറ്റും കംപ്ലീറ്റ് ആക്കിയാണ്. 4th സെറ്റ്. അതിൻ്റെ ഇടയിൽ എനിക്ക് വർക്കുണ്ടായിരുന്നു, പേഴ്സണൽ ട്രെയിനിങ്. അപ്പം ഞാൻ ക്ലയൻറ്റിനെ മാനേജ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇടയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. എന്തായാലും ജിമ്മ് 9 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് പുഷപ്സ് ആണ്. ലാസ്റ്റ് നമ്മുടെ പയ്യൻ നമുക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു, എബി. അപ്പം ഞങ്ങൾ 2 പേരുമാണ് ലാസ്റ്റ് സെറ്റ് അടിച്ചത്. എന്നെ ഫുള്ള് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ആൾ ഫുള്ള് സപ്പോർട്ട്, ആൾ ആക്റ്റീവാണ് എല്ലാത്തിലും. നിർത്തിയേ അങ്ങനെ എബി എന്നെ സപ്പോർട്ട് ചെയ്ത് ലാസ്റ്റ് ഫുള്ള് കൗണ്ട് ചെയ്ത് കൂടെ നിൽക്കുമായിരുന്നു. എബി ഫുള്ള് സപ്പോർട്ടായിരുന്നു. ലാസ്റ്റ് സപ്പോർട്ട് ചെയ്ത് ഞാൻ അങ്ങനെ ഫുൾ നമ്മുടെ ലാസ്റ്റ് 500 പുഷപ്സ് കംപ്ലീറ്റ് ചെയ്യുവാണ്. സ്പ്ലിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പഞ്ച് ചെയ്യാണ്. 1000 പഞ്ചസ് ഉണ്ട്. അപ്പോൾ സ്ഥിരം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻഡുറൻസ് ലെവൽ കയറും. എന്തായാലും ഇപ്പോൾ എനിക്ക് 50 പുഷപ്സ് ഒറ്റ സെറ്റിൽ 50 ഒക്കെ പറ്റുന്നുള്ളൂ. ചെയ്ത് വരുമ്പോൾ എന്തായാലും കയറി വരും. ഫുഡൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ഒരു 5 മീലൊക്കെ എടുക്കുന്നുണ്ട്. 5 ടൈം. ദെൻ റെസ്റ്റ് നമ്മൾ കറക്റ്റ് ഒരു 8 മണിക്കൂർ തുടങ്ങും. അങ്ങനെ ലാസ്റ്റ് 1000 പഞ്ചസാണ്. എല്ലാം സ്പീഡിൽ ഓടിച്ചു വിടാനേ പറ്റൂ. ഇത്രയും ടൈമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് കണ്ടാൽ എല്ലാവർക്കും ഒരു മടുപ്പാവും. സോ ഒരു സ്പീഡിൽ നമ്മൾ ഓടിക്കുക. എന്തായാലും നമ്മളിത് ഡേ 4 ആയിരുന്നു. എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യണം ഡേ 100 വരെ. അപ്പോൾ എല്ലാവരും കൂടെ സപ്പോർട്ടിന് ഉണ്ടാവണം. നിങ്ങളെല്ലാ സപ്പോർട്ടിൽ ഞാൻ 100 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യും.
500. പഞ്ചസൊക്കെ നമ്മൾ ഇത്രയും സ്പീഡിൽ ഓടിക്കുവാണ്, കാരണം എന്തായാലും നമുക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ എന്തായാലും ലാസ്റ്റ് ഇതിപ്പോൾ ചാർജ് ചെയ്തത്, കാരണം ലാസ്റ്റ് 7 മിനിറ്റേ ഉള്ളായിരുന്നു. 8:53 എന്തോ ആയിരുന്നു നമ്മൾ ബാഗ് ചെയ്യാതിരിക്കുമ്പോൾ. 9 മണിക്ക് ജിമ്മ് ക്ലോസ് ചെയ്യും. സോ അതിന് മുന്നേ ഇടിച്ച് തീർക്കാനായിട്ട് ചെറിയൊരു നമ്മൾ പഞ്ചസ് ചാർജ് ചെയ്യുന്ന രീതിയിൽ ഇടിച്ച് ചെയ്ത്. എന്തായാലും ഇത്രയും സ്പീഡ് പഞ്ചസ് ചാർജ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒരു 100 പഞ്ചസ് നോർമലി പഞ്ച് ചെയ്തിട്ടുണ്ട്. ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ 900 ആയി. എല്ലാം നമ്മൾ ചാർജ് ചെയ്ത് സ്പീഡിൽ ചെയ്ത്, സമയമില്ലാത്തതുകൊണ്ടേ. അപ്പോൾ ലാസ്റ്റ് 100 നോർമലി. അപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് സ്പീഡ് ചാർജ് ചെയ്തത് ലാസ്റ്റ് 100 മാത്രം സ്പീഡ് ഇടിച്ച്, നോർമൽ ഇടിച്ച്. ഓക്കെ, ഫിനിഷ്.